2023 ഓഗസ്റ്റ് മാസം, ഇതേപോലൊരു ഓഗസ്റ്റ് മാസം ഞാൻ എൻ്റെ ഈ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാരിറ്റി സ്കാം, പ്രിസൈസ്ലി പറഞ്ഞാൽ 31 ഓഗസ്റ്റ് 2023. അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു കോണ്ടൻറ്റ്, ദ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നന്മ മരം ചാരിറ്റി ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നന്മ മരം ഇമേജുള്ള കുറച്ച് ആളുകളുണ്ട്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫേസുകളാണ് അഡ്വക്കേറ്റ് സമീർ കുന്നമംഗലവും ഫിറോസും. ഓക്കെ, ഫിറോസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഫിറോസ് കുന്നപ്പറമ്പിലും അഡ്വക്കേറ്റ് സമീർ കുന്നമംഗലം, ഈ 2 പേരുടെ വീഡിയോസ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കൊണ്ടുപോയിട്ടിട്ട് അതൊരു ചാരിറ്റി പേജ് ആണെന്ന് പറഞ്ഞിട്ട് ഇവർ ഫിറോസ് കുന്നപ്പറമ്പിലോ അല്ലെങ്കിൽ സമീർ കുന്നമംഗലോ ഒക്കെ ഇടുന്ന വീഡിയോയിലെ രോഗികളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാറ്റി വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഹിന്ദിക്കാരുടെ, കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ ഹിന്ദിക്കാരുടെ പേരാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും സ്കാനറൊക്കെ വെച്ചിട്ട് പൈസ തട്ടുന്ന ഒരു സ്കാം. ഇത് 2023 ഓഗസ്റ്റ് മാസം, ഇപ്പോൾ 2 കൊല്ലമായി. ഞാനത് അന്ന് ആ വിഷയം വീഡിയോ ചെയ്തു. അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. ഓക്കെ, ആരുടെയൊക്കെ വീഡിയോസാണ് ആ പേജുകളിൽ കിടക്കുന്നത് അവരത് അഡ്രസ്സ് ചെയ്യണം, പോലീസ് കേസ് കൊടുക്കണം. അതുപോലെ തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്യാനുള്ള പരിപാടികൾ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമുകളോട് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണം. ഇതായിരുന്നു എൻ്റെ റിക്വസ്റ്റ്. ഓക്കെ, ഈ വിഷയത്തിൽ വീണ്ടും ഇപ്പോൾ ആകെ സീൻ ഉണ്ടായിരിക്കുകയാണ്. 2 വർഷം മുമ്പ് ഞാനിത് പറഞ്ഞപ്പോൾ ആരും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ മാസ്റ്റർ പീസ് യൂട്യൂബ് ചാനലിൽ അവർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായിട്ട് ഇത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ 24/7 ന്യൂസ് സാറ്റലൈറ്റ് ചാനലുകൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. ഓക്കെ, ഞാൻ അന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ കുറച്ച് കോർ പോർഷൻസ് ഞാനിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. എന്താണെങ്കിലും ചാരിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുമ്പോൾ പുതിയൊരു തട്ടിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. പലർക്കും ചിലപ്പോൾ ഒരു സ്പോൺസേർഡ് പോസ്റ്റ്, നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് ബൂസ്റ്റ് ചെയ്യുമല്ലോ, ആ പരിപാടിയായിട്ട് ഇൻസ്റ്റയിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ റീൽസിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഇത് കാണാം, പോസ്റ്റിൻ്റെ അടിയിലൊക്കെ ഇത് വരാം, നമ്മുടെ ഫീഡിലും കയറി വരും. ഇതിപ്പോൾ ഫിറോസ് കുന്നപ്പറമ്പിലിൻ്റെ ഒരു വീഡിയോ ആണ്. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുള്ളത് വിസിറ്റ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഇതാരെ ബൂസ്റ്റ് ചെയ്ത് വിട്ടതാണ്, പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്ത് വിട്ടതാണ്. ലൈഫ് ലൈൻ ചാരിറ്റി എന്ന് പറഞ്ഞ പേജിലാണ് ഇത് വന്നിട്ടുള്ളത്. ബൈ ദ വേ, ലൈഫ് ലൈൻ ചാരിറ്റി എന്ന് പറഞ്ഞ പേജിന് 15.4K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരിതിൽ ലൈഫ് ചേഞ്ചിങ് ഫൗണ്ടേഷൻ LCF ഈസ് എ ചൈൽഡ് സെൻട്രിക് ഓർഗനൈസേഷൻ ദാറ്റ് ബിലീവ് ഇൻ ദി കൾച്ചർ ഓഫ് ഗിവിങ്. ഓക്കെ, ചാരിറ്റി, കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ ആണെന്നുള്ള ഒരു UPI നമ്പറൊക്കെ അവരുടെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ചാനലിൽ അല്ലെങ്കിൽ ഈ ഒരു പേജിലാണ് ഞാൻ ഫിറോസ് കുന്നപ്പറമ്പിലെ വീഡിയോ ഉണ്ട്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഞാൻ ഫിറോസ് കുന്നപ്പറമ്പിലെ പേജിൽ തന്നെ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് മുമ്പാണ്. കുറച്ച് മുമ്പ് മീൻസ് മേ ബി കപ്പിൾ ഓഫ് ഇയേഴ്സ്, 1-2 കൊല്ലം മുമ്പ് കണ്ടൊരു വീഡിയോ പോലെ, അല്ലെങ്കിൽ 1 കൊല്ലം മുമ്പ് കണ്ടൊരു വീഡിയോ പോലെ എനിക്ക് തോന്നി. അങ്ങനെ കയറി നോക്കിയ ടൈമിൽ ഇത് ആക്ച്വലി ഫിറോസ് കുന്നപ്പറമ്പിലിൻ്റെ വീഡിയോ ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അത്രയും പഴയ പോസ്റ്റാണ്. ഒക്ടോബർ 15, 2022 പോസ്റ്റാണിത്. ഓൾമോസ്റ്റ് 1 കൊല്ലമായി. ഇതിൽ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ്, ഫിറോസ് കുന്നപ്പറമ്പിലെ വീഡിയോസ് ഉണ്ട്. അതായത് ഓൾറെഡി ചാരിറ്റിക്ക് വേണ്ടി വീഡിയോ ഫിറോസ് കുന്നപ്പറമ്പിലിട്ട് അത് ക്ലോസ് ചെയ്ത കേസുകൾ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കൊണ്ടുവന്നിട്ട് ഇവർ ഈ പേജിലിട്ടിട്ട് രണ്ടാമത് പ്രൊമോട്ട് ചെയ്തിട്ട് ആളുകളെ കൊണ്ട് വീണ്ടും പൈസ കൊടുപ്പിക്കുന്ന പരിപാടി. ബൈ ദ വേ, ഫിറോസ് കുന്നപ്പറമ്പിലിൻ്റെ ഒറിജിനൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തത് ആ വീഡിയോക്കകത്ത് മുകളിൽ കാണുന്നതും, ഇപ്പോൾ സ്കാമേഴ്സ് ഈ ഉഡായ്പ നടത്തുന്നവർ അതിൻ്റെ മുകളിൽ, ആ വീഡിയോൻ്റെ മുകളിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടും UPI ഡീറ്റെയിൽസും കൊടുത്തിട്ട് ആ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത് കയറ്റുന്നത്. ഇതൊന്നും അറിയാതെ കുറേ പേര് ഇപ്പോൾ ഈ പേജുകളിൽ വരുന്ന ഫിറോസ് കുന്നപ്പറമ്പിലെ വീഡിയോ ഒക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോയി വയ്ക്കാൻ മതി. അവർ വീണ്ടും സുഖമാവട്ടെ, സുബാനല്ല, മാഷ അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കമൻ്റ് ഇട്ടിട്ട് ഇവരുടെ വിചാരം ഇത് ഇപ്പോൾ ഫിറോസ് കുന്നപ്പറമ്പിൽ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്ത വീഡിയോ ആണെന്നാണ്. അവരതിൽ കുട്ടീനെ കാണുന്നു, ഫിറോസ് കുന്നപ്പറമ്പിലെ കാണുന്നു, വീട്ടുകാരെ കാണുന്നു. അവർ നേരെ അക്കൗണ്ട് നമ്പർ കാണുമ്പോൾ അതിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ വീഡിയോ ഒക്കെ ഓൾറെഡി ക്ലോസ് ആയ വീഡിയോ ആണ്.
വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനന്ന് ഇൻസ്റ്റാഗ്രാം പേജും ഈ അക്കൗണ്ട് അവർ മാറ്റി വെച്ചതൊക്കെ കാണിച്ചിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട്, ഇവരുടെ പേജിൽ വന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്, ഇവർ അക്കൗണ്ട് നമ്പർ മാറ്റിയതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക്കിന് കാണാനും അവർക്ക് കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഫിറോസ് കുന്നപ്പറമ്പിൽ ഒഫീഷ്യൽ 3561 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്കൊരു കോമെൻറ്റ് ആ സമയത്ത് ആ വീഡിയോനടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ ആ ചാനൽ, എനിക്ക് കോമെൻറ്റ് വന്ന ചാനൽ ഞാനിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ഫിറോസിൻ്റെ ഒഫീഷ്യൽ ആണോ അല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല. ബട്ട് റീസെൻ്റ്ലി ഫിറോസ് കുന്നപ്പറമ്പിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വരുന്ന ചാനൽ വേറൊരു ചാനലാണ്. ബട്ട് ഈ ചാനലിൽ നിന്നും ആണ് എനിക്കൊരു ഒരു കോമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. കോമെൻറ്റ് ഇങ്ങനെയാണ്: ഈ വിഷയം ഞാൻ ഫേസ്ബുക്ക് ലൈവ് വന്ന് ജനങ്ങളെ അറിയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് രോഗികളെ രക്ഷിതാക്കൾ അവരുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതുമാണ്. പക്ഷേ ഇതുവരെയും ഒരു നടപടിയും അന്വേഷണമോ നടന്നിട്ടില്ല. ഞങ്ങളെയൊക്കെ കള്ളന്മാരെന്നു വിളിക്കാനും സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കാനും ഒരുപാട് പേർ ഇറങ്ങി തിരിച്ചിരുന്നു. അതിനായി പല ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. ഈ കള്ളത്തരത്തിനെതിരെ ശബ്ദിക്കാൻ നിങ്ങളല്ലാതെ ഈ പറഞ്ഞ ഒരാളെയും ഞാൻ കണ്ടില്ല. ഇങ്ങനൊരു കോമെൻ്റ് എനിക്ക് അന്ന് ഫിറോസ് കുന്നപ്പറമ്പിലെ എന്ന് തോന്നിക്കാവുന്ന, അല്ലെങ്കിൽ ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നാവുന്ന ഒരു പേജിൽ നിന്നൊരു കോമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ അതന്ന് അഡ്രസ്സ് ചെയ്തില്ല. ബിക്കോസ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഫിറോസ് കുന്നപ്പറമ്പിൽ തന്നെയാണോ ഒഫീഷ്യലായിട്ട്, അതൊരു സംശയത്തിന് മുകളിൽ പിന്നെ ഞാനത് അഡ്രസ്സ് ചെയ്യാൻ പോയില്ല. അന്ന് തന്നെ ആ കമൻറ്റിൽ ഇനി ഫിറോസ് കുന്നപ്പറമ്പിലാണെങ്കിൽ അത് ഫിറോസ് കുന്നപ്പറമ്പിലാണ് പറയേണ്ടത്. അങ്ങനെ നിങ്ങളാണ് ആ പോസ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ ചാനലിൽ നിന്ന് കമൻറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ, അന്ന് നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ രോഗികളുടെ ഫാമിലിയൊക്കെ അത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കേരള പോലീസിൻ്റെ ഭാഗത്താണ് വീഴ്ച, ഇവിടുത്തെ സൈബർ സിസ്റ്റത്തിൻ്റെ ഭാഗത്താണ് വീഴ്ച. ഓക്കെ, ഞാൻ നിങ്ങളല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളല്ല എന്ന് പറയാം, നിങ്ങളുടെ ഫേക്ക് ഐ ഡി വന്ന് കമൻറ്റ് ഇട്ടതാണെന്ന് പറയാം. എന്താണെങ്കിലും ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയോ ഇല്ലേ എന്നുള്ളതും എനിക്ക് ഉറപ്പില്ല. 2 വർഷം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ആണ്. എന്നാലും നമ്മൾ സൊസൈറ്റിയിൽ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം അതിന് നമ്പർ കൗണ്ടോ അല്ലെങ്കിൽ വലിയ ചാനൽ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം എന്നെക്കുറിച്ചാണെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി കാര്യപ്പെട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ എനിക്ക് ഷെയർ ചെയ്ത് തരാൻ 100 ആളുകൾ കാണും. അപ്പം നിങ്ങൾ റിലേറ്റഡ് ആയിട്ടൊരു ടോപ്പിക്കിലൊരു കോണ്ടൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന ആളുകളും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾക്കത് കിട്ടിയിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ കണ്ടും കാണും, കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. എന്താണെങ്കിലും അങ്ങനെ ഒരു കോമെൻറ്റും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇതാണ് ഞാൻ ചെയ്ത അന്നത്തെ വീഡിയോ. ഈ മാസ്റ്റർ പീസ് ചാനലിൽ അവരിപ്പോൾ ചെയ്ത വീഡിയോ കൂടി ഞാനൊന്ന് പ്ലേ ചെയ്യാം. ചാരിറ്റിയുടെ മറവില് തട്ടിപ്പ് നടത്തുന്ന ഇവന്മാരെ ഇനി വെച്ചേക്കരുത്. പുഴുത്തു ചാവെന്ന് പറഞ്ഞ പുഴുത്തു ചാവ് നിങ്ങൾ കേട്ടോ. ഇതൊരു കൊള്ള സംഘമാണ്. ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നത്. അതായത് ഇന്ന് ഇൻസ്റ്റാഗ്രാം കണ്ട ഒരു പോസ്റ്റ്, ലൈഫ് കെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജ് നിങ്ങൾ നോക്കി, ഇതിൽ കാണുന്ന വീഡിയോസ് ഒന്ന് നോക്കി. ഫുൾ ആയിട്ട് ചാരിറ്റി, അതായത് അസുഖമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ആളുകളുടെ വീഡിയോസ് ആണ്. ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് 8 ലക്ഷത്തോളം വ്യൂവേഴ്സ് ഉണ്ട്, 5 ലക്ഷത്തോളം വ്യൂവേഴ്സ് ഉണ്ട്, 3 ലക്ഷത്തോളം വ്യൂവേഴ്സ് ഉണ്ട്. കുറെ ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്, കുറെ ആളുകൾ പണം അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പണത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് കേരളത്തിൽ നിന്നും സംഖ്യകൾ അടിച്ചു മാറ്റുന്ന തട്ടിപ്പ് സംഘത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. എങ്ങനെയാണ് തട്ടിപ്പ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലൈഫ് കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ്, 18,000 ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു പേജ് വഴി ഇവർ ഫിറോസ് കുന്നപ്പറമ്പിനെ പോലെയുള്ള ചാരിറ്റി പ്രവർത്തകർ നടത്തുന്ന വീഡിയോസ്, അതായത് രോഗികളുടെ വീഡിയോസ് എടുത്തിട്ട് ഇവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിലുള്ള ബാങ്ക് അക്കൗണ്ടും QR കോഡും അവരുടേതായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം ആ ഒരു അക്കൗണ്ട് വഴി അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ തട്ടുന്ന സംഘത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചതിന്റെ പേര് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് വരെ ഭീഷണി വരാൻ സാധ്യതയുണ്ട്. ഇതൊരു സംഘമാണ് എന്നുള്ളതിന്റെ എല്ലാ തെളിവും ഞാൻ ഇതിലൂടെ വിടുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം എന്ന് പറയാൻ കാരണം, ഇത് ഇവിടെ നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ കുറെ രോഗികൾക്കും പാവപ്പെട്ട ആളുകൾക്കും ഇന്ന് നമ്മളടങ്ങുന്ന ഈ ഒരു സമൂഹം കൊടുക്കുന്ന ഈ ഒരു സഹായം ഇല്ലാതാവുകയും അതുപോലെ തന്നെ അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലും ആണ് ഇന്ന് ഇവരുടെ ഈ ഒരു തട്ടിപ്പ് നടത്തുന്നത് കേട്ടോ. കാരണം ഞാൻ ഉദാഹരണമായിട്ട് ഈ ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു പേജിൽ വന്നിരിക്കുന്ന ഫിറോസ് കുന്നപ്പറമ്പിന്റെ ഒരു വീഡിയോ ആണ്. ഇവിടെ അടുത്ത് കീഴ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. രോഗം സംബന്ധിച്ച് ഫിറോസ് കുന്നപ്പറമ്പിൽ ചെയ്തിരിക്കുന്ന സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾ കണ്ടു നോക്കൂ. അതിന്റെ ഇവിടെ താഴെ കണ്ടോ,
ബാങ്ക് അക്കൗണ്ട്, ഗൂഗിൾ പേ നമ്പർ, ഗൂഗിൾ പേന്റെ QR കോഡ്, അതേപോലെ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ സാധനം ഇവരുടെ പേജിലേക്ക് ഇവർ മാറ്റിയിട്ട് പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇതേ സെയിം വീഡിയോ ആണ് ഈ കാണുന്നത്. പക്ഷേ ഇവിടെ ഇവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കട്ട് ചെയ്ത് വിട്ട് അവരുടെ QR കോഡ്, ആ QR കോഡിൽ കാണിക്കുന്ന പേര് നോക്കി അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും അവിടെ മാറ്റിവെച്ച്, ഈ ഫോൺ നമ്പർ മാറ്റിവെച്ച്, മുകളിലുള്ള സഹായിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ഞയിലുള്ള ഈ ഒരു എഴുത്ത് മാത്രം വെച്ച് ബാക്കിയുള്ളതൊക്കെ മാറ്റി, ബാങ്ക് അക്കൗണ്ട്, IFSC കോഡ്, QR കോഡ് ഇതെല്ലാം മാറ്റിയിട്ട് അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്ക് വരുത്തുന്ന രീതിയിൽ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി കേരളത്തിലെ ആളുകൾക്ക് തന്നെ ഈ ഒരു വീഡിയോ അവർ അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്നുള്ള പൈസ തട്ടുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു സംഭവം എന്തല്ലേ? ഇത് പച്ചക്ക് പറയുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നവർ പുഴുത്ത് ചാകും എന്ന് പറയണതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എത്രത്തോളം നാറിയ പണിയാണ് അവർ എടുക്കുന്നത് നോക്കിങ്ങള്. അന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടി ക്ലാരിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് വെൽ ഡൺ. കാരണം എന്താ അറിയോ, നമ്മളിപ്പോഴും ഈ സാധനങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചാരിറ്റി ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് മലയാളികൾ. ഓക്കെ, എസ്പെഷ്യലി എബ്രോഡുള്ള മലയാളികൾ, അതുപോലെ കുറച്ചധികം മതം, ദൈവം എന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ ചാരിറ്റി ചെയ്യാൻ മുന്നിട്ടിറങ്ങും. അപ്പം അങ്ങനത്തെ ഒരു സൊസൈറ്റിയെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യാൻ, അതും ഇവിടെ ഈ എന്താ പറയുക ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഫേസ് വെച്ചിട്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പൂട്ടിടണം. ഓക്കെ, ശരിക്കും ഇതിന് പൂട്ടിടേണ്ട ആൾക്കാർ സമീർ കുന്നമെങ്കിലും ഫിറോസ് കുന്നപ്പറമ്പിലൊക്കെയാണ്. ഓക്കെ, എന്താണെങ്കിലും ഇവർ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ കോൺട്രവേഴ്സിൻ്റെ തുടക്കം വരുന്നത്. ഇവർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കോമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. എഗെയിൻ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇവരെ വീഡിയോയുടെ അടിയിൽ ഫിറോസ് കുന്നപ്പറമ്പിലിട്ടൊരു കോമെൻറ്റാണ്. ഈ വിഷയത്തിൽ ഓരോ രോഗിയും അവരുടെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ട് പോലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയ വഴി അക്കൗണ്ടുകളിലൂടെ പണം തട്ടിയിട്ട് പോലും പോലീസ് അന്വേഷണം നടത്താത്തതും പ്രതികളെ പിടികൂടാത്തതും ഖേദകരമാണ്. ഓക്കെ, ഇതാണ് ഫിറോസ് കുന്നപ്പറമ്പിൽ. ഇത് ഒഫീഷ്യലാണ്, നീലട്ടിക്കുള്ള ഫിറോസ് കുന്നപ്പറമ്പിൽ പാലക്കാട് എന്നുള്ള പേജിൽ നിന്നാണ് ഈ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. ഇതും എനിക്ക് അന്ന് വന്ന കമൻറ്റും വളരെ സിമിലറാണ്, മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നില്ല അത് ഫിറോസ് കുന്നപ്പറമ്പിലെ വെരിഫൈഡ് പ്രൊഫൈലാണ് യൂട്യൂബ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഫൈൻ, പക്ഷേ ഇത് സിമിലാരിറ്റി ഉണ്ട്. ഈ രണ്ട് കോമൻറ്റും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. അന്ന് എൻ്റെ വീഡിയോനടിയിൽ ഫിറോസ് കുന്നപ്പറമ്പിൽ എന്ന് പേരുള്ള ആ പേജിൽ നിന്ന് വന്ന കോമൻറ്റിനകത്തും ഇതുപോലെ രോഗികൾ പരാതി കൊടുക്കും, ഫിറോസ് കുന്നപ്പറമ്പിൽ ഇത് ലൈവ് എന്ന് പറയും എന്നുള്ള വേർഷനാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇതിലും പറഞ്ഞത് എന്താ, പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ഒരു വിഷയം ഇവിടുത്തെ പോലീസുകാർ അന്വേഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 2 വർഷം കൊണ്ട് എത്ര കോടി രൂപയുടെ തട്ടിപ്പോട് നടന്നിട്ടുണ്ടാവും. അത് ആരെയാണ് ബാധിക്കുന്നത്? ഫിറോസ് കുന്നപ്പറമ്പിലിനെയും സമീർ കുന്നമംഗലത്തിനെയും പോലുള്ളവരല്ലേ, നിങ്ങളല്ലേ ബാധിക്കുന്നത്? ഞാൻ പല വിഷയങ്ങളും നിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, ചില സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും പറയുന്നു, നിങ്ങളൊരു മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് ഒരു രോഗിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നതിൽ എനിക്കൊരു വിഷയവുമില്ല. ഇനി അത് ആര് ചെയ്താലും എനിക്കൊരു വിഷയമില്ല. ചെയ്യുന്ന ആളുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയണം, അവർ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങൾ ഇത്ര രൂപ കമ്മീഷൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വരവിനും പോക്കിനും ചെലവിനും ഞങ്ങൾ ഇത്ര രൂപ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മിഡിൽ മാൻ പോലെ നിങ്ങൾ ആരും ചാരിറ്റി ചെയ്തോ, ഐ ഡോണ്ട് കെയർ. എനിക്കതൊരു വിഷയമല്ല. കാരണം ഒരാൾക്ക് സഹായം എത്തിക്കണം, ഒരാൾക്ക് സഹായം കിട്ടണം. അങ്ങനെ സഹായം കിട്ടാതെ ആരെങ്കിലും ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റം ഫെയിലിയർ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ നന്മമരങ്ങൾ അവർ ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. മനസ്സിലായോ? അതിൽ തന്നെ ഫ്രോഡ് കാണിക്കുന്നവരുണ്ട്, അവരെന്നെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കുറേ ആളുകളും ഉണ്ട്. അപ്പം എന്താണെങ്കിലും ഇത് കൃത്യമായിട്ട് ഫിറോസ് കുന്നപ്പറമ്പിൽ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. ഫിറോസ് കുന്നപ്പറമ്പിൽ സൊസൈറ്റിക്ക് പറയണം, ആളുകളോട് ജനങ്ങളോട് കാണിക്കണം പരാതി എന്നാണ് കൊടുത്തത്, ഏതൊക്കെ ഫാമിലി പരാതി കൊടുത്തിട്ടുണ്ട്, ഏത് ഇയറിലാണ് പരാതി കൊടുത്തത്. ആ കൊടുത്ത ഇയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈവിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങളും ഇവിടുത്തെ പോലീസുകാരും കാണിച്ച അനാസ്ഥ നാട്ടുകാർ അറിയട്ടെ. കോടിക്കണക്കിന് രൂപേൻ്റെ സ്കാം നടന്നിട്ട് ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പ്രമുഖ നേതാവിൻ്റെ, ഒരു ബിസിനസ്സുകാരൻ്റെ ഒക്കെ അവർക്കാണ് ആവശ്യം, അവരുടെ കേസുകളാണ് ചെന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സിനിമാക്കാരത്തോ അങ്ങനെ രാഷ്ട്രീയക്കാരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലീസുകാർ ചാടിപ്പിടിച്ചിറങ്ങുമല്ലോ. സാധാരണക്കാരൻ ചാരിറ്റിക്ക് വേണ്ടി പണം അയക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരാളെ ഇതേപോലെ
പച്ചയ്ക്ക് തട്ടിപ്പ് കാണിക്കുന്ന ഒരു പേജ് വഴി ഇൻസ്റ്റാഗ്രാം വഴി തട്ടിപ്പ് കാണിച്ച് ഇത്ര വർഷമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സിസ്റ്റം ഫെയിലിയർ ആണ്. അപ്പോൾ അത് ഫിറോസ് കുന്നപ്പറമ്പിൽ എന്ത് ചെയ്യണം, ഏറ്റെടുത്തിട്ട് എന്ന് ആരൊക്കെ ഈ 2 വർഷം മുമ്പ് എൻ്റെ വീഡിയോനടിയിൽ വന്ന കമൻറ്റിൽ പറഞ്ഞ പോലെ ആര് കേസ് കൊടുത്തു, എത്ര കേസുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്തത്, ഞാൻ അന്ന് വീഡിയോ ഇട്ട സമയത്ത് ഈ പേജുകൾക്കൊക്കെ 9,000, 10,000, 20,000 ഒക്കെ മാക്സിമം അത്രയേ ഉള്ളൂ. ഒരു 4-5 പേജുകളുണ്ടായിരുന്നു. അത്രേ എൻ്റെ അറിവിൽ, എനിക്ക് ഓർമ്മയിൽ അത്രയ്ക്ക് ഫോളോവേഴ്സുള്ള പേജുകളാണ് അന്ന് തന്നെ. ഇപ്പം നോക്കുമ്പോൾ അതൊക്കെ 70,000, 80,000, അന്ന് 100K പോയ വീഡിയോ ഒക്കെ ഇപ്പോൾ മില്യൺ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എത്ര കൺവേർഷൻ വരും, എത്ര ആളുകൾ ഇതൊക്കെ വിശ്വസിച്ച് പൈസ കൊടുക്കും? ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഒരു കേസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, ഫിറോസ് കുന്നപ്പറമ്പിലോ അല്ലെങ്കിൽ സമീർ കുന്നമംഗലോ ഒക്കെ ഒരു കേസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ കേസ് തീർന്നു കഴിഞ്ഞാൽ ആ കേസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പോസ്റ്ററും വീഡിയോ ഇടണം. നിങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പേജുകൾ എടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അത് ഉടായ്പ് കാണിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ മെറ്റാ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമുക്ക് ടൂളുകളുണ്ട്. നമ്മുടെ വീഡിയോസ് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ മിസ്ലീഡ് ചെയ്യുന്ന പോലെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്ട്രൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് കോപ്പിറൈറ്റ് കൊടുത്തിട്ട് നമുക്ക് പുൾ ഡൗൺ ചെയ്യാൻ പറ്റും. മെറ്റയിലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു സാധനം അത് വേറൊരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് സ്കാമാന്ന് പറഞ്ഞിട്ട് അത് പുൾ ഡൗൺ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി ശരിക്ക് ഫിറോസ് കുന്നപ്പറമ്പിലും അഡ്വക്കേറ്റ് സമീർ കുന്നമംഗലും ഒക്കെ തരണം. മനസ്സിലായോ? അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ആ വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ പറഞ്ഞ മാസ്റ്റർ പീസ് വീഡിയോ ഇട്ടതിന് ശേഷം ഫിറോസ് കുന്നപ്പറമ്പിൽ ഒരു ലൈവ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊന്ന് കേൾക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മാസ്റ്റർ പീസ് എന്നൊക്കെ പറയുന്നൊരു പേജ് ഉണ്ട്, അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഞങ്ങളൊക്കെ ചെയ്യുന്ന ചാരിറ്റി വീഡിയോകൾ എടുത്തുകൊണ്ടുപോയിട്ട് അതിനകത്ത് മറ്റുള്ള നോർത്ത് ഇന്ത്യൻ ടീമുകളൊക്കെ അവരുടെ അക്കൗണ്ട് നമ്പറുകളും QR കോഡും ആഡ് ചെയ്തിട്ട് വലിയ രീതിയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ പണം തട്ടുന്ന ഒരു രീതി, അത് അദ്ദേഹം ആ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത് വളരെ നല്ലതാണ്. പക്ഷേ അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം ചേർത്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എന്റെയും അതുപോലെ തന്നെ ഷമീറിന്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഇവന്മാരെ ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോടികൾ തട്ടിയെടുക്കുന്ന ഈ കള്ളന്മാരെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള ഒരു സാധനം കൊടുത്തിട്ട്, സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുത്ത് ഓടുന്ന ആളുകളാണ് പൊതുവെയുള്ള ആളുകളൊക്കെ. കാരണം ആ വീഡിയോന്റെ ആ ഫ്രണ്ടിലെ ആ ഒരു ഭാഗം കണ്ടതും ആ വീഡിയോ എടുത്തുകൊണ്ടുപോയിട്ട് ഒരുപാട് ആളുകൾ ഇതാ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ചാരിറ്റി കളി, ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ഇതുണ്ടോ, നോക്കൂ, ഫിറോസ് കുന്നംപറമ്പിലിന്റെ പുതിയ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കുകയാണ്, ആളുകളിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പൊ ഇത് മാസ്റ്റർ പീസിന്റെ വീഡിയോ ഇപ്പോ 2 ദിവസം മുമ്പ് വന്നതിന് ശേഷം ഫിറോസ് റെസ്പോണ്ട് ചെയ്തതാണ്. ഫിറോസിന്റെ റെസ്പോൺസ് കറക്റ്റാണ്, ഞാൻ ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം മാസ്റ്റർ പീസിന്റെ വീഡിയോയിൽ തുടക്ക സമയത്ത് ഒരു ക്ലിക്ക് ബൈറ്റ് രീതിയിൽ കോടികൾ തട്ടിപ്പുകാർ തട്ടിച്ച ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഹിന്ദിക്കാരെയാണ് കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയുന്നതെന്നുള്ളെങ്കിലും പല 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 പോർഷൻ കാണുമ്പോഴും നമുക്ക് റെഫറൻസ് പോകുന്നത് ഈ പറഞ്ഞ ഫിറോസിലേക്കും മറ്റേ അഡ്വക്കേറ്റിലേക്കുമാണ്, സമീറിലേക്കുമാണ്. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുക. ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ ക്ലിക്ക് ബൈറ്റ് അല്ലെങ്കിൽ ക്ലിക്ക് ബൈറ്റ് തംബ്നെയിലുകൾ അല്ലെങ്കിൽ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയുള്ള ടൈറ്റിലുകളൊക്കെ ഞാൻ തന്നെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള, എനിക്ക് അതിനോട് താല്പര്യമില്ല. അത് കാണുന്ന ഒരു ഇപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഹെയ്റ്റുള്ള ആൾക്കാരാണ്. ഫിറോസ് കുന്നപ്പറമ്പിലും അല്ലെങ്കിൽ അഡ്വക്കേറ്റ് സമീർ കുന്നമംഗലൊക്കെ അത്യാവശ്യത്തിൽ കൂടുതൽ ഹെയ്റ്റുള്ള ആളുകളാണ് സൊസൈറ്റിയിൽ. അവർ നല്ലത് ചെയ്താലും അവർക്ക് ഹെയ്റ്റ് ഉണ്ട്, നല്ലത് ചെയ്തതിലെ ക്ലാരിറ്റി ചോദിച്ച് കുറേ പേര് നടക്കുന്നുമുണ്ട്. ഓക്കെ, അങ്ങനത്തെ സീനുകൾ ഇവർക്കുള്ളതാണ്. ഇതുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ ഒക്കെ ഒരു തുടക്ക പോർഷൻ മാത്രം കണ്ടുകൊണ്ട് പഠിച്ചു മാറ്റിയല്ലേ എന്നുള്ള ചോദ്യം ഇവരിലേക്ക് ചെല്ലാം. അതിൻ്റെ ഒരു വൈകാരികത അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് കാണും, ഇല്ലയെന്ന് പറയുന്നില്ല. ആ വിഷയത്തിൽ മാസ്റ്റർ പീസ് നിങ്ങളോട് മാപ്പും ചോദിച്ചു. അങ്ങനത്തെ ഒരു വീഡിയോ മാസ്റ്റർ പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ മാസ്റ്റർ പീസിൻ്റെ അക്കൗണ്ടിലുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞ് പിന്നെ വീണ്ടും നിങ്ങൾ ഇത് അഡ്രസ്സ് ചെയ്യണം എന്ന് പറഞ്ഞൊരു വീഡിയോയും കൂടി മാസ്റ്റർ പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ലൈവ് വന്ന് ഇവിടെ ഫിറോസ് കുന്നപ്പറമ്പിൽ സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്നത് അവർക്ക് വിഷമമായ ആ പോർഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അക്സെപ്റ്റഡ്, ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ അടുത്ത പോർഷൻ നോക്കാം. ഒരുത്തന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിട്ട് പണം പറ്റിയിട്ടോ ജീവിക്കുന്നവരല്ല ഞാൻ.
എനിക്ക് അങ്ങനത്തെ ഒരു ഗതികേട് ഇന്ന് വരെ വന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഇവിടെ 100 കണക്കിന് ചാരിറ്റി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും പറയട്ടെ ഫിറോസ് കുന്നംപറമ്പിൽ 60%, 70%, 80% ഒക്കെ കമ്മീഷൻ വാങ്ങിച്ചു എന്ന്. ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഇതുപോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും കിട്ടുന്നതിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇതുപോലുള്ള ഈ വ്ളോഗർമാരെ കൊണ്ട് ഈ സമൂഹത്തിനുള്ളത്, അല്ലേ? കാരണം നിങ്ങൾ റീച്ചിന് വേണ്ടി പലതും എഴുതി പിടിപ്പിക്കും, ഞങ്ങളെയൊക്കെ കളിയാക്കും, നിങ്ങളിങ്ങനെ എല്ലാവരെയും ചിരിപ്പിക്കും. എന്നിട്ട് നിങ്ങൾക്ക് യൂട്യൂബിന്റെ വരുമാനവും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ വരുമാനവും ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും തീറ്റിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇതിൽ വരുമാനമില്ല. നിങ്ങൾക്കറിയോ, ഈ ബ്ലഡ് കാണുന്ന അതല്ലെങ്കിൽ ഈ രോഗികളെ കാണിക്കുന്ന വീഡിയോ ഇട്ടാൽ അതിന് വയലേഷനാണ്. ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്നോ അതൊന്നും വരുമാനം കിട്ടിയിട്ടുമല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ ഇത്തരം ആളുകളെ അങ്ങോട്ട് കാണുമ്പോൾ, ഈ കരച്ചിൽ കാണുമ്പോൾ അവരെ നെഞ്ചിൽ കൊണ്ട് നടക്കുക. നിങ്ങൾക്കറിയോ, ഒരു ഫിറോസ് കുന്നംപറമ്പിലല്ല, 100 കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ 1000 കണക്കിന് ആളുകൾ രാവും പകലും ഇല്ലാതെ പണിയെടുത്തിട്ടാണ് ഈ പറയുന്ന രോഗികൾക്ക് ലക്ഷങ്ങളും കോടികളും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ. അതിൽ നിന്ന് ഞങ്ങൾ ആരും കമ്മീഷൻ പറ്റി പോണില്ല. നിങ്ങൾ വിളിച്ചു ചോദിച്ചൂടെ? നിങ്ങൾക്ക് ഫോണില്ലേ? അതിനകത്ത് നമ്പറില്ലേ? നിങ്ങള് പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഇവിടെ വീഡിയോ അന്ന് 2023 ഇട്ട സമയത്ത് ഞാനോ ഇപ്പൊ വീഡിയോ ഇട്ടിട്ടുള്ള നമ്മുടെ മാസ്റ്റർ പീസിലെ ബാബു ഇവരാരും നിങ്ങൾ പൈസ അടിച്ച് മാറ്റി എന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. മാസ്റ്റർ പീസിലെ ബാബു അത് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നവർക്ക് കിട്ടട്ടെ, അതിനല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഞാൻ അല്ലെങ്കിൽ ബാബു ഒക്കെ നിങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞ വിഷയം എന്താ? നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ മുഖം വെച്ച് നിങ്ങളുടെ വീഡിയോ വെച്ചിട്ട് വേറൊരു ടീം തട്ടിപ്പ് നടത്തുന്നുണ്ട്. അത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. അത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പ് നിങ്ങളെ വർഷങ്ങൾക്ക് മുമ്പേ അറിയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അറിയിച്ചിട്ടുണ്ട്. അതിൽ എന്ത് നടപടി എടുത്തു? അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളാണ്. ഇപ്പോൾ പോലീസുകാരൊന്നും ചെയ്യുന്നില്ലെങ്കിൽ വെരിഫൈഡ് പ്രൊഫൈലായ നിങ്ങൾക്ക് മെറ്റയെ സമീപിക്കാം. മെറ്റയോട് പറയാം, നിങ്ങളുടെ വീഡിയോ ആണ് ഇവർ അടിച്ചു മാറ്റി കൊണ്ടുപോയിടുന്നത്, അത് ദയവ് ഇത് റിമൂവ് ചെയ്ത് തരണം. നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യിക്കാൻ പറ്റും. 2-3 വട്ടം അങ്ങനെ വീഡിയോ റിമൂവ് ചെയ്യിച്ചാൽ പിന്നെ അവരെന്ത് ചെയ്യില്ല, നിങ്ങളുടെ വീഡിയോസ് എടുക്കാതെയോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത് ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്ത പ്രവൃത്തി. ഇപ്പം ഞാൻ പലവട്ടം ചാരിറ്റി വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനെപ്പോഴും പറയാറുള്ളത് എന്താ, എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മെജോറിറ്റി ആരെയും അറിയിക്കാതെ ഒരു കാര്യം ചെയ്തു കൊടുക്കുക. അറിഞ്ഞ് ചെയ്യിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അറിഞ്ഞിട്ട് തന്നെ ചെയ്യുക, വേറെ വഴിയില്ല. പിന്നെ ഈ ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്തതിൽ നിന്നൊരു ബെനിഫിറ്റ്, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ എ പേഴ്സൺ ആണ്. അപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾ 100% ഒരു രീതിയിലും ബെനിഫിറ്റ് എടുക്കാതെയാണ് ചാരിറ്റി ചെയ്യുന്നത്. നല്ല വെൽ ആൻഡ് ഗുഡ്. നിങ്ങളിലൂടെ ചാരിറ്റി സഹായം കിട്ടുന്നവർക്ക് കിട്ടട്ടെ, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഞാൻ മുൻകൈ എടുത്തിട്ട് ഒരു ചാരിറ്റി ചെയ്യാം, ഒരാൾക്ക് ഒരു 50 ലക്ഷം രൂപ വേണം, പക്ഷേ എൻ്റെ ചിലവിനും എൻ്റെ ആവശ്യങ്ങൾക്കുമായിട്ടുള്ള ഈ 50 ലക്ഷം പിരിഞ്ഞു വരുമ്പോൾ എനിക്കൊരു 50,000 1 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരനെ കൊടുക്കും, അല്ലെങ്കിൽ പിരിക്കാൻ വിട്ടവൻ തന്നെ കൊടുക്കും. പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു മാന്യത ഉണ്ട്. ഇത്രയേ ഉള്ളൂ. സംശയങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇതൊന്നും നിങ്ങൾ ചെയ്തു എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊന്നും അല്ല ആരും ഇവിടെ പറയുന്നത്. മനസ്സിലായോ? മാസ്റ്റർ പീസ് ആണെങ്കിലും ഞാനാണെങ്കിലും പറഞ്ഞത് ഒരു ഒറ്റ കാര്യമാണ്, നിങ്ങളുടെ പേരിൽ നടക്കുന്ന ഒരു തട്ടിപ്പാണ്. നിങ്ങളുടെ മുഖവും നിങ്ങളുടെ വീഡിയോയും ഒക്കെ വെച്ച് നടക്കുന്നൊരു തട്ടിപ്പ്. അത് അഡ്രസ്സ് ചെയ്യേണ്ടത് നിങ്ങളല്ലേ? നിങ്ങളത് ചെയ്തിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് എന്താണ്? കാരണം ഇതിപ്പോഴും നിലനിന്നുകൊണ്ട് പോവാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടിട്ട് അതിലേക്ക് പൈസ അയക്കുകയാണ്. അതിനൊരു അറുതി വരണ്ടേ? അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതിന് എനിക്കറിയാം, ഇപ്പോൾ ഈ പറഞ്ഞ മാസ്റ്റർ പീസ് ചെയ്ത വീഡിയോനകത്ത് തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്ത് നിങ്ങളിലേക്കോ സമീർ കുന്ദമംഗലത്തിലേക്കോ ഒക്കെ എത്തുമ്പോൾ നിങ്ങൾ തട്ടിപ്പുകാരെന്നുള്ള രീതിയിലാണോ ആ വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളൊരു മറുചോദ്യമാണ് നിങ്ങൾ അയാളോട് ചോദിച്ചിട്ടുള്ളത്. അതിനയാൾ മാപ്പ് പറഞ്ഞല്ലോ, സ്കീം തീർന്നല്ലോ. ഇനി നിങ്ങൾ അപ്ഡേഷൻ തരേണ്ടതും നിങ്ങളിനി പൊതുജനത്തിനോട് പറയേണ്ടതും നിങ്ങളാണ് ശരിക്കും അന്വേഷിക്കേണ്ടത് ഈ പേജിൻ്റെ പിന്നിൽ ആരാന്നുള്ളത്. കാരണം നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കാനാണ് അവർ ആ പേജ് തുടങ്ങിയിട്ട് ഈ പരിപാടി കാണിച്ചിട്ടുള്ളത്. ഞങ്ങളെയൊക്കെ കളിയാക്കാനും ഇതിനു വേണ്ടി കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ വെക്കാനും ഇതിനു വേണ്ടിയിട്ട് ഇവന്മാരെ, ഈ കോടികൾ തട്ടുന്ന കള്ളന്മാരെ എന്ത് ചെയ്യണമെന്നൊക്കെ എഴുതി ചേർക്കാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന രോഗികളുടെ കമ്മിറ്റിയെ വിളിച്ചിട്ട് എത്ര കമ്മീഷൻ കൊടുത്തെന്ന് ചോദിച്ചൂടെ? എന്തെങ്കിലും അണ്ണാക്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോയിക്കണോ? എടോ, ഞങ്ങളൊക്കെ രാവും പകലില്ലാതെ ഈ പാവങ്ങൾക്ക് വേണ്ടി ഓടി നടക്കണം. എന്തിനാണെന്നറിയോ? ആ കണ്ണീര് കാണാൻ വയ്യാത്തോണ്ടാ, അല്ലെങ്കിൽ പടച്ചോ ഞങ്ങളുടെ മനസ്സൊക്കെ ആ രൂപത്തിലാക്കിയത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ പോലെയൊക്കെ ആരെങ്കിലും ഒക്കെ കളിയാക്കി ചിരിച്ചിങ്ങനെ വീടിട്ട് നടന്നാൽ മതി, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നടന്നാൽ മതി.
അങ്ങനെയൊക്കെ ഞങ്ങൾക്കും നിങ്ങളെ പോലെയൊക്കെ ജീവിക്കണം നല്ല ആഗ്രഹമുണ്ട്. നിങ്ങളെയൊക്കെ പോലെയൊക്കെ കളിയും ചിരിയും ഒരു മനുഷ്യനുണ്ടാവുന്ന എല്ലാ വിചാരങ്ങളും ഒക്കെയായിട്ട് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ നടക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഒരുപക്ഷെ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നടക്കുന്ന വലിയ ഒരു ജനക്കൂട്ടത്തിന് നടുവിൽ ഒതുങ്ങിയും പതുങ്ങിയും ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ. അറിയോ നിങ്ങള്? ഞങ്ങളൊന്ന് ചിരിച്ചു കളിച്ച് ഇരിക്കുന്ന ഒരു വീഡിയോ ഇട്ടാൽ അതിന്റെ താഴെ കണ്ടോ അഹങ്കാരം. ഞങ്ങളൊന്ന് നല്ല ഭക്ഷണം കഴിക്കുന്ന കണ്ടാ പറയും കണ്ട പാവപ്പെട്ടവന്റെ കട്ട് മോഷ്ടിച്ചിട്ട് തിന്നുന്നേ. നല്ല വസ്ത്രം ഇട്ടാ പറയും പാവപ്പെട്ടവന്റെ പണം അടിച്ചുകൊണ്ട് നല്ല വസ്ത്രത്തിന്. നല്ല കാറിൽ പോയാ പറയും പാവപ്പെട്ടവന്റെ പണം അടിച്ചുകൊണ്ട് കാർ വാങ്ങിയത്. എടോ, നിങ്ങളെ പോലെയൊക്കെ ഞങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാലും ഞങ്ങൾ അതിന്നൊക്കെ ഒളിഞ്ഞും പതിഞ്ഞും അല്ലെങ്കിൽ പതുങ്ങി ഞങ്ങൾ പോണത് എന്തിനാണെന്നറിയോ? ഞങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാനല്ല, മറിച്ച് ഞങ്ങളൊക്കെ നല്ലതാണ് എന്നും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് വളരെ കറക്റ്റാണ് എന്ന് ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും അതല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് മാത്രം ഈ പറയുന്ന ആളുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലേക്ക് സഹായങ്ങൾ ആളുകൾ എത്തിക്കുന്നുണ്ടല്ലോ, അവരുടെ മുന്നിൽ ഞങ്ങൾ ആ വിനയും അല്ലെങ്കിൽ ഈ അഭിമാനത്തോടെ അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോവാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഇത്തരം ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വേഷം കെട്ടുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇതുണ്ടോ, ഇത് പൊരെണ്ണം വിട്ടു തന്നതാ. കൊടുക്കാൻ പൈസ ഇല്ല. ഞങ്ങളെ കളിയാക്കുന്ന വ്ളോഗർമാരോട് അഡ്രസ്സും ഡീറ്റെയിലും തരാം. പോയൊരു വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കി കൊടുക്ക്. സാധിക്കും നിങ്ങളെ കൊണ്ട്? സാധിക്കൂല. നിങ്ങളത് ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് നേരമില്ല. ഇങ്ങനത്തെ വീഡിയോ ഇട്ട് നിങ്ങളുടെ കുടുംബം പറ്റാൻ പറ്റൂല. ഞങ്ങളെ പോലെ ആരെങ്കിലുമൊക്കെ കളിയാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങടെ കണ്ടന്റ് വൈറലാവും, അതിൽ നിന്ന് വരുമാനം കിട്ടും, നിങ്ങളുടെ കുട്ടികൾക്ക് തിന്നാൻ വാങ്ങിച്ചു കൊടുക്കാലോ, അല്ലേ? വല്ലാത്ത മനുഷ്യന്മാരാ ഞങ്ങളൊക്കെ. ഓക്കെ, അപ്പോ ഫിറോസ് പറഞ്ഞ ഈ കാര്യങ്ങൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങി, അത് നമ്മൾ സ്വയം ഇറങ്ങിയ പ്രവൃത്തിയാണ്. ബാക്കിയുള്ളവരുടെ വിഷമം കണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഫിറോസ് നിങ്ങൾ ഒരിക്കലും ലൈവിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയരുതായിരുന്നു. ഇത് എൻ്റെ ഒരു പേഴ്സണൽ കോളാണ്. ഓക്കെ, നിങ്ങളെ വിമർശിക്കാനാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് വിമർശനവും വരും, സപ്പോർട്ടും വരും. ഫൈൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി 100% ശരിയാന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ വിമർശനം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അപ്രിസിയേഷൻ വന്നാൽ നമ്മൾ കൂടുതൽ എന്താവില്ല, അതിലാണ് മയങ്ങി പോവില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. നിങ്ങളാരും നിർബന്ധിച്ച് ചാരിറ്റിയിലേക്ക് ഇറക്കിയതല്ല. നിങ്ങളായിട്ട് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരാളെ സഹായിക്കാൻ പറ്റും എന്നുള്ളൊരു വേർഷൻ കണ്ടുപിടിച്ച് നിങ്ങളായിട്ട് അതിലേക്ക് വന്ന് നിങ്ങളായി തുടങ്ങിയൊരു കാര്യമാണ്. ഇപ്പം നിങ്ങളിലൂടെ സഹായം ലഭിക്കാൻ ഒരുപാട് പേര് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടുന്നുണ്ട്. ഇതാ കേൾക്കുന്നവരും കാണുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ത്രൂ ബാക്കിയുള്ളവരിലേക്ക് സഹായം എത്തിക്കാൻ 1 രൂപ അയച്ചു തരുന്നവനും മുന്നിൽ വരെ വന്ന് നിന്നിട്ട് നിങ്ങളിപ്പോൾ പറയുന്നത് എന്താ? നിങ്ങളെല്ലാവരും കൂടി ഇന്നെങ്ങനെ ആക്കിയതാണ്. ഞാനിപ്പോൾ എൻ്റെ മുന്നിൽ കുറേ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഓപ്റ്റ് ചെയ്ത കാര്യമല്ലേ, അല്ലാതെ എന്തെങ്കിലും ഒരു എലക്ഷൻ വഴി തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഈ പണി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ആക്കിയതാണോ? അല്ലല്ലോ, നിങ്ങൾ സെൽഫ് ഓപ്റ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പം അതിൽ നിന്ന് എങ്ങനെ ഏത് രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടായാലും അത് നിങ്ങളുടെ വിഷയമാണ്. ബാക്കിയുള്ളവർക്ക് അത് അക്നോളജ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വേണം. നിങ്ങൾക്ക് ഈ പറഞ്ഞ കെട്ടുപാടുകളിൽ നിന്ന് മാറണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോവാം. നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ബെനിഫിറ്റായിട്ട് ആകെ ഉള്ളത് എന്താ? നിങ്ങളുടെ വേർഷൻ വെച്ചിട്ട് മനസ്സമാധാനം, സന്തോഷം, 10 ആളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുണ്യം. ഇതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പുണ്യത്തിന് വേണ്ടി ചിന്തിച്ചൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് പിന്നെ എങ്ങനെ എന്ത് ചെയ്യില്ലെന്ന് പറയും? ഈ ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതോ ഇത്രയും സഹിച്ചാണ് ചെയ്യുന്നതെന്ന് പറയാൻ പാടില്ല. ഓക്കെ, എനിക്ക് ഈ പറഞ്ഞത് എനിക്കെന്തോ അത് കേട്ടപ്പോൾ അത് അത്ര നന്നായിട്ട് തോന്നിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം ഇതിനകത്ത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് ന്യൂസുകാരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മാസ്റ്റർ പീസ് കുറേ ചാനലുകളിൽ ഇതിൻ്റെ കുറച്ച് ക്ലിയർ ആയിട്ടുള്ള വേർഷൻസ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ മീഡിയ അന്വേഷിക്കട്ടെ, ന്യൂസുകാരും അന്വേഷിക്കട്ടെ. കേരള പോലീസിന് എന്താണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് അത് അന്ന് കമൻ്റ് ഇട്ടത് ഫിറോസ് കുന്നപ്പറമ്പിലാണെങ്കിൽ അന്ന് കമൻ്റ് ഇട്ട ആ സമയത്ത് ഏതൊക്കെയോ ഫാമിലികൾ കേസ് കൊടുത്തു, അന്വേഷണം നടന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പോലീസിൻ്റെ തലയിൽ വേണം. ഇപ്പോഴും വേണമെങ്കിൽ കേസ് കൊടുക്കാം, പോലീസ് അന്വേഷിക്കട്ടെ, മീഡിയക്കാരിറങ്ങി പിന്നാലെ പോട്ടെ. ഏത് നോർത്ത് ഇന്ത്യൻ ഹിന്ദി മാഫിയാണ് ഇത് ചെയ്യണമെന്നുള്ളത് നമുക്ക് കണ്ടെത്താമല്ലോ. കാരണം ഇടയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാസികളായിട്ടുള്ള ദൈവവിശ്വാസമുള്ള കുറേ ആളുകളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നത് ഈ നാട്ടിൽ, അല്ലേ? ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയം, ഭക്തി അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ആളുകളാണ് പൈസ ചിലവാക്കുന്നത്. അപ്പോൾ ജീവിതത്തിലൊരു പങ്ക് ഞാൻ നന്നായി ബാക്കിയുള്ളവർ നന്നാവട്ടെ എന്ന് പറഞ്ഞ് നല്ല മനസ്സിൽ കൊടുക്കുന്ന ആളുകളെ വരെ തുരപ്പം വെച്ച് അതിന്ന് പൈസ അടിച്ചു മാറ്റാൻ ആളുകൾ നിങ്ങളെ പേരിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളവരെ എക്സ്പോസ് ചെയ്യും.
ഫിറോസ് കുന്നപ്പറമ്പിലും സമീർ കുന്നമംഗലും ഒക്കെ അടങ്ങുന്ന നിങ്ങളൊരു കമ്മിറ്റിയോ ടീമോ ഉണ്ടാക്കി, ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി, നിങ്ങൾ പോലീസിന് ഒന്നും കൂടി ഒന്ന് കേസ് കൊടുത്ത് ആരുടെയൊക്കെ വീഡിയോസാണ് അവർ റീപോസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരെ കൊണ്ട്, രോഗിയും രോഗിയുടെ വീട്ടുകാരെ കൊണ്ടൊക്കെ കേസ് കൊടുപ്പിച്ച് ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. മനസ്സിലായി? അല്ലെങ്കിൽ ഇതൊരു വലിയ മാഫിയ പോലെ വളരെയല്ലേ, ആർക്കും പിടുത്തം കൊടുക്കാതെ പിടുത്തം കിട്ടാതെ ഇവരിങ്ങനെ നിങ്ങളിടുന്ന പോസ്റ്റുകൾ മൊത്തം റീഷെയർ ചെയ്ത്, നിങ്ങൾ എന്തായാലും പോസ്റ്റുകൾ ഇടുന്നത് നിർത്തില്ല, ആളുകളെ സഹായിക്കുന്നത് നിർത്തില്ല, നിങ്ങൾ വീഡിയോ ഇടും. അപ്പോൾ ആ വീഡിയോ ഇവർ വീണ്ടും വീണ്ടും റീഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എല്ലാവരും കൂടി കൂട്ടായിട്ട് മെറ്റയ്ക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക, യൂട്യൂബിൽ അത് സ്ട്രൈക്ക് അടിച്ച് കളയാനുള്ള വഴി നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വട്ടം നിങ്ങളെ വീഡിയോ എടുക്കുമ്പോൾ ഇവരൊന്ന് പേടിക്കും, അടി വരും, റിമൂവ് ചെയ്യും എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ വീഡിയോ ഒഴിവാക്കി പോകും. എന്നാലും ബാക്കിയുള്ളവർ എടുക്കുമായിരിക്കും. നിങ്ങളിലേക്ക് ചോദ്യങ്ങൾ വരാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. അഗെയിൻ ഞാൻ പറയുന്നു, ചാരിറ്റി ചെയ്യുക അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങുക എന്നൊക്കെയുള്ളത് ഓരോരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. ചാരിറ്റിക്ക് പൈസ കൊടുക്കണമെന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ്. എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ വരുന്ന എല്ലാ വള്ളിയും സ്വന്തമായി ഒറ്റയ്ക്ക് നിന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ ഇൻഡിവിജ്വൽ മാറും.